ഗാസയിലെ ഹമാസ് നേതാക്കളെ ഒന്നൊന്നായി എലിമിനേറ്റ് ചെയ്യും. സൈന്യം നേരിട്ട് നിയന്ത്രണം ഏറ്റെടുത്ത് ഭരണം നടത്തും. സഹായ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കും. ചർച്ചയ്ക്കായി ഇസ്രായേൽ മന്ത്രിയും ഉന്നത സംഘവും യുഎസിൽ. 1.5 വർഷമായി ആക്രമണം തുടരുന്ന ഗാസയിൽ അധിനിവേശം പൂർണ്ണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നു. ആവശ്യ വസ്തുക്കളുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നിയന്ത്രണം സൈന്യം നേരിട്ട് നടത്തുന്ന പദ്ധതി അമേരിക്കൻ ഉന്നത നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് മുതിർന്ന ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ്, നയതന്ത്ര വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഇസ്രായേൽ നയകാര്യമന്ത്രി റോണാണ് ചർച്ച നടത്തുക. ഇതിനായി ഞായറാഴ്ചയോടെ യുഎസിലേക്ക് തിരിച്ച ഡെർമാർക്കൊപ്പം ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ, IDF, മൊസാദ്, വിദേശകാര്യ മന്ത്രാലയം, ആണവോർജ ഏജൻസി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം സംഘമുണ്ട്. ഇതിനായി ഞായറാഴ്ചയോടെ യുഎസിലേക്ക് തിരിച്ച ഡെൻമാർക്കിനൊപ്പം ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ, IDF, മൊസാദ്, വിദേശകാര്യ മന്ത്രാലയ, ആണവോർജ ഏജൻസി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ സംഘവുമുണ്ട്. ഗാസയിലെ സൈനിക ഭരണത്തിലാക്കുന്ന തീരുമാനം ഇതുവരെ ഇസ്രായേൽ സ്വീകരിച്ചിരുന്നില്ല. നേരത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന യവ് ഗാലന്റും സൈനിക മേധാവിയായിരുന്ന ഹർസൽ ഹലേവിയും ഗാസയിലേക്ക് ആവശ്യ വസ്തുക്കൾ എത്തിക്കുന്നത് തടയണമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതിനോടൊപ്പം ഇസ്രായേൽ പുതിയ സൈനിക മേധാവിയെയും പ്രതിരോധ മന്ത്രിയെയും ചുമതലയേറ്റിരുന്നു. ഗാസ പൂർണ്ണമായും വരുതിയിലാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ 5 ഡിവിഷനുകൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ട്രംപ് അധികാരമേറ്റയുടൻ ഗാസ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതിനോടൊപ്പം ട്രംപിന്റെ നീക്കത്തിന് ബദലായി അറബ് രാജ്യങ്ങൾ ഗാസ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇസ്രായേൽ നേരിട്ട് സമ്പൂർണ്ണ അധിനിവേശവും സൈനിക ഭരണവും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. അതിനിടെ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കത്തിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീൻ പൗരന്മാരുടെ എണ്ണം 50,000 പിന്നിട്ട് കഴിഞ്ഞു. ഗാസ ആരോഗ്യ മന്ത്രാലയമാണ് മരിച്ചവരുടെ എണ്ണം സംബന്ധിച്ച പുതിയ കണക്കുകൾ പങ്കുവച്ചത്. 2023 ഒക്ടോബർ 8 മുതൽ ഇതുപ്രകാരം ഞായറാഴ്ച വരെ ഗാസയിൽ 50,021 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആണ് വിശദീകരണം. മരണസംഖ്യയുടെ ഇരട്ടിയാണ് ഗാസയിൽ പരിക്കേറ്റവരുടെ എണ്ണം. 1,13,274 പേർക്കാണ് പരിക്കേറ്റതായി കണക്കുകൾ. അതേസമയം ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ സൈനിക നടപടിയിൽ ഗാസ കഴിഞ്ഞ മണിക്കൂറുകളിൽ മാത്രം 35 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഒരാളായ സലാഹ് അൽ ബർദാവിലും കുടുംബവും കൊല്ലപ്പെട്ടതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസ് രാഷ്ട്രീയത്തിലും പലസ്തീൻ നിയമനിർമ്മാണ കൗൺസിലിലും അംഗമായിരുന്നു ബർദാവിൽ. ഗാസയിൽ വരും ദിവസങ്ങളിലും ഇസ്രായേൽ സൈനിക നടപടി ശക്തമായി തുടരും എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ഹമാസിനെതിരായ ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്നും റഫ നഗരത്തിൽ നിന്നും ജനങ്ങൾ മാറണമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പലസ്തീൻകാർ ഗാസയുടെ വടക്കോട്ട് നീങ്ങണമെന്നാണ് മുന്നറിയിപ്പ്. ഇതു സംബന്ധിച്ച് ഇസ്രായേൽ സൈനിക വക്താവ് എക്സിൽ മുന്നറിയിപ്പ് നൽകിയതിനൊപ്പം മേഖലയിൽ ഡ്രോണുകളിൽ ലഘുലേഖനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഫോണിൽ വിശദമായ ചർച്ചയും നടത്തിയിരുന്നു.